ഭൂമി ലോകത്തേക്ക് കൈ ഇറുക്കി പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, കൈ നിവർത്തിപ്പിടിച്ച് ഇവിടെ നിന്ന് യാത്രയാകുന്ന ഏകനായി വന്നവൻ ഏകനായി പോകുന്ന ദിവസം സന്തോഷത്തോടുകൂടെ പോവണം. അതിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള മഹൽ സംരംഭങ്ങളിൽ സംബന്ധിക്കുന്നതും ഇതുപോലെയുള്ള സദസ്സുകളിൽ സഹചാരിത്വം പങ്കിടുന്നതും എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഈ ഭൂമി ലോകത്തേക്ക് ഞാനും നിങ്ങളും വന്നത് ഏകനായിട്ടാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. കവി പറഞ്ഞതുപോലെ കൂടിയല്ല നാം ജനിക്കുന്ന നേരത്ത്, ഏകനായി ഭൗതിക ലോകത്തേക്ക് വന്ന നാം ഏകനായി ഇവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ, ഈ രണ്ടു യാത്രയുടെ പ്രയാണങ്ങളുടെ രണ്ട് അറ്റങ്ങൾക്കിടയിലുള്ള തുച്ഛമായ പ്രയാണ കാലയളവായ ജീവിതം, ആ ജീവിതം സമർപ്പിക്കേണ്ടത് അല്ലാഹുവിനാണ്. ആ ജീവിതം നാം അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് റബ്ബിന് സമർപ്പിക്കാനുള്ളതാണ്. ആ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ മനതലങ്ങളിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് മനസ്സ് വിഷമിക്കുകയും മനസ്സ് വേദനിക്കുകയും അല്ലാഹുവെ ആലോചിച്ചുകൊണ്ട് യജമാനനായ റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് രണ്ടിറ്റ് കണ്ണീരിറ്റിക്കുകയും ചെയ്യുക എന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി നാളെ പാരത്രിക ലോകത്തുള്ള ഒരുപാട് ആപൽക്കരമായ അവസ്ഥകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ, അപജയങ്ങളുടെ ആഴിയിൽ ആണ്ടിറങ്ങാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട സമുദായത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ, പാരത്രിക ലോകത്ത് മരണമില്ലാത്ത ലോകത്തുള്ള കഷ്ടപ്പാട് ശിഷ്ടകാലം അനുഭവിക്കുന്നവരെ കുറിച്ച് ഉണർത്തിയപ്പോൾ, അവിടെ നമുക്ക് പറഞ്ഞ ഒരു വിഷയമാണ്, സൂര്യൻ ഒരു ചാണ് മുകളിൽ നിൽക്കുന്ന കഥ പറഞ്ഞു തന്ന അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നൊരു വിഷയമാണ്. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രത്യേകം തണലുണ്ടെന്നും, അർശിന്റെ തണൽ എന്ന് പറയുന്ന മഹത്തായ തണലിന്റെ കീഴിലാണെന്നും, അതിൽ ഒരു വിഭാഗം ഐനും ബകത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവെ ആലോചിച്ചുകൊണ്ട് റബ്ബിനെ ഭയഭക്തികൊണ്ട് രണ്ടിറ്റ് കണ്ണീരിറ്റിച്ച ആളുകളാരാ? അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്തവർക്ക് അർശിന്റെ തണലാണ്. ഈ ഒരു ചിന്തയാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾക്കുണ്ടായത്. മനുഷ്യകുലത്തിന്റെ പ്രഥമ വ്യക്തിത്വമായ അമ്പിയാക്കളിലെ ഒന്നാമരായ മഹാനരായ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാം വഫാത്തിന്റെ മുമ്പ് അവിടുന്ന് പൊട്ടിക്കരയുന്നത് മക്കൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, എന്താണ് ബാപ്പ എന്ന് ചോദിക്കുന്ന സമയം അവിടുന്ന് പറഞ്ഞത്, ശൗഖൻ ഇലാ ദാരി, ശൗഖൻ ഇലാ അഹിബ്ബാഇ, ഞാൻ ഇറങ്ങിത്തിരിച്ച തറവാടായ സുബലോക സ്വർഗത്തെ കുറിച്ചാണെന്ന് ഉലുൽ അസ്മുകളിലെ ഒന്നാമരായ മഹാനരായ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹാനരായ നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ പേര് തന്നെ അബ്ദുൽ ഗഫാർ എന്നാണ്. അബ്ദുൽ ഗഫാർ എന്ന ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന് നൂഹ് എന്ന പേര് പറയാൻ കാരണം, അവിടുന്ന് 400 കൊല്ലത്തോളം കരഞ്ഞു നടന്നു എന്നതിന്റെ പേരിലാണ്. ഏതോ ഒരു ജീവി, ഒരു നായ എന്ന ഒരു ജീവി മുന്നിലൂടെ വേച്ച് നടക്കുമ്പോ
തന്റെ വീടിന്റെ വാതിൽപ്പടിയിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ രോഗം പിടിച്ച നായയോട് ആട്ടുന്നൊരു ശൈലിയുണ്ടായ സമയം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞു, ഓ നൂഹ് നബിയെ, ആ നായ എന്റെ ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ നിസ്സാരപ്പെടുത്തുന്നതിലൂടെ എന്നെ നിസ്സാരപ്പെടുത്തൽ വരികയില്ലേ? അതുകൊണ്ട് അത്തരം സമീപനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ സമയം അവിടുന്ന് അങ്ങ് 400 കൊല്ലത്തോളം അതിന്റെ പേരിൽ വിഷമിച്ചുവെങ്കിൽ അന്ന് മുതലാണ് നൂഹ് എന്ന പേരവിടത്തേക്ക് വന്നതെങ്കിൽ മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ നേരത്തെ കരഞ്ഞ സന്ദർഭങ്ങൾ കിതാബുകളിലുണ്ട്. മഹാനരായ ദാവൂദ് നബി അലൈഹിസ്സലാം അവിടുന്ന് കരഞ്ഞ് കരഞ്ഞ് മുഖത്തെ തൊലി മുഴുവനും പോയി പല്ലുകൾ പുറത്തു കണ്ടത് ഗ്രന്ഥങ്ങളിലുണ്ട്. മഹാനരായ മൂസാ നബി അലൈഹിസ്സലാം ഖളർ അലൈഹിസ്സലാമുമായി നടത്തിയ ഒരു പഠനയാത്ര സൂറത്തുൽ കഹ്ഫിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പഠനം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഖളർ അലൈഹിസ്സലാം നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വബൈനിക്. ഓ മൂസ നബിയേ, അങ്ങേക്ക് ഒരുപാട് ദൗത്യ നിർവഹണത്തിന് വേണ്ടി കർമ്മഗോതയിൽ ഇറങ്ങേണ്ടതുണ്ട്. എനിക്കും എന്റേതായ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് മാറണോ, നമുക്കൊന്ന് പിരിയാമെന്നങ്ങ് പറഞ്ഞ് പ്രബോധനത്തേക്ക് പറഞ്ഞയക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാം 3 കാര്യങ്ങൾ ആലോചിച്ച് കരഞ്ഞത് ഗ്രന്ഥങ്ങളിലുണ്ട്. ഇങ്ങനെ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള അമ്പിയാക്കളുടെ ജീവിതം എങ്ങനെയാണ്? മഹാന്മാരുടെ സ്വഹാബത്തിന്റെ ജീവിതവും വ്യത്യസ്തമല്ല. റബീഇ ബിൻ ഖിറാസ് ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരാളാണ്. 313 ഒരംഗമാണ്. ആ റബീഇ ബിൻ ഖിറാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ ഇനി മരിക്കുന്നത് വരെ ചിരിക്കുകയില്ല. ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന വാർത്ത എനിക്കറിയുന്നത് വരെ ഞാൻ ഒരിക്കലും ചിരിക്കുകയില്ല എന്ന് റബീഇ ബിൻ ഖിറാസ് തങ്ങൾ അവിടുന്ന് അങ്ങ് പ്രതിജ്ഞ എടുത്തപ്പോ അവിടുന്ന് അന്ന് മുതൽ ചിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വഫാത്ത് വരെ അവിടുന്ന് ചിരിച്ചിട്ടില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവർ ചിരിച്ചതെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മഹാന്മാർ. തൈം എന്ന് പറയുന്ന നാട്ടിലുള്ള വലിയ മഹാനായ സുലൈമാൻ തമീമി 20 കൊല്ലത്തോളം അവിടുന്ന് ഉറങ്ങാതെ എണീറ്റ് നടന്നവരാണ്. 20 കൊല്ലത്തോളം ബഹുമാനപ്പെട്ടവർ കിടക്കാത്തവരാണ്. കാരണം അവിടുത്തോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞതെന്താണ്? ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിയാതെ എനിക്കെങ്ങനെയാണ് കിടപ്പ് വരിക? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹു ഖൗഫൻ വതമആ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. കിടക്കപ്പായിൽ ബെഡിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മഹാന്മാരായ കഴിഞ്ഞുപോയ കാലങ്ങളിലെ ഇന്നലകളിലെ നായകന്മാർ, നമുക്ക് പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങൾ, മുന്നോട്ടുള്ള ഗമനത്തിന് പാഠമേക്കേണ്ട കഴിഞ്ഞുപോയ ഇന്നലകളിലെ നായകന്മാർ, അവരുടെ ജീവിതത്തിലുള്ള
പോലെയുള്ള അവസ്ഥകളാണെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവേ ആലോചിച്ചുകൊണ്ട്, യജമാനനായ റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞവർക്ക് പരലോകത്ത് സ്വർഗ്ഗമാണ്, അർശിന്റെ തണലാണ്. അല്ലാഹു സാധുക്കളായ നമ്മയൊക്കെ അതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.